വർക്കല വെട്ടുകാട്ടിൽ ബ്ലേഡ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബ്ലേഡ് മാഫിയ സംഘം കുടുംബാംഗങ്ങളെ സ്വവസതിയിൽ നിന്നും ഇറക്കിവിട്ടു. ഒരു മാസത്തെ പലിശ തിരിച്ചടവ് മുടങ്ങിയതിനാണ് ബ്ലേഡ് മാഫിയയുടെ അക്രമം. ബ്ലേഡ് മാഫിയ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, വിവരങ്ങൾ. അതിലേക്ക് തിരിച്ചു വരാം. അതിനു മുന്നായി ദൃശ്യങ്ങളിലേക്ക്. അത് അവരൊക്കെ നോയമ്പ് മുറിക്കണമെന്ന് അങ്ങനെ അത് ഇട്ടെന്ന് പറഞ്ഞു. പാർട്ടിക്കാരെല്ലാം ഇന്നലെ കൂടിയൂടാ. ജീവൻ, കേൾക്കാമോ? മറിയ, വർക്കല വെട്ടുകാട് കുളമുട്ടം സോണിയ ലാൻഡ് എന്ന വീട്ടിലെ സോളമൻ, ലില്ലി സോളമൻ എന്നിവർക്കാണ് ബ്ലേഡ് മാഫിയയുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നത്. ആകെയുള്ള 8 സെന്റ് സ്ഥലവും വീടും ബ്ലേഡുകാർക്ക് തീരെഴുതി കൊടുത്ത് സോളമൻ കഴിഞ്ഞ മാർച്ചിൽ 12 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. മാസം 35,000 രൂപ തവണ വ്യവസ്ഥ പ്രകാരം തിരിച്ചടയ്ക്കുമെന്നായിരുന്നു ഇവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതനുസരിച്ച് 70,000 രൂപ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഈ മാസത്തെ തവണ അടയ്ക്കാനായില്ല. തവണ മുടങ്ങിയതോടെയാണ് വീട് ഒഴിപ്പിക്കാനായി ഇന്നലെ ഉച്ചയോടുകൂടി സ്ത്രീകളടങ്ങുന്ന സംഘം സോളമന്റെ വീട്ടിലെത്തിയത്. ബലമായി ഇവരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി പുറത്തേക്ക് എറിയുകയായിരുന്നു. അതിൽ ലില്ലി സോളമനെ ക്രൂരമായി ബ്ലേഡ് മാഫിയ സംഘം മർദ്ദിച്ചു. അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. അകത്ത് കയറിയ സംഘാംഗങ്ങൾ വീട് തല്ലി തകർക്കുകയും ചെയ്തു. മാനു, ഷാജി, ജലീല, സുറുമി എന്നിവർ ഉൾപ്പെട്ട ബ്ലേഡ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് 10-ലേറെ പേർ ചേർന്നാണ് ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഈ സമയത്ത് നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് അക്രമികൾ പിൻവാങ്ങിയത്. വീട്ടിനുള്ളിൽ കടന്ന സംഘം വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായും തല്ലി തകർക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ സോളമൻ വിലയാധാരമായി വിറ്റതാണ് വീടെന്നതാണ് ബ്ലേഡ് സംഘത്തിന്റെ നിലപാട്. ഇവർ ഹാജരാക്കിയ രേഖകൾ പ്രകാരം വീട് സൽമി സമീദ് എന്ന യുവതിയുടെ പേരിലാണ്. എന്നാൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും സോളമന്റെ പേരിൽ തന്നെയാണ്. ഓപ്പറേഷൻ കുബേര നടപ്പിലാക്കിയപ്പോൾ മുതൽ ബ്ലേഡ് സംഘങ്ങൾ കച്ചവടത്തിനായി പുതിയ തന്ത്രമാണ് ഇപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീടും വസ്തുവും ഉടമസ്ഥനിൽ നിന്ന് തീരെഴുതി വാങ്ങുകയും പിന്നീട് പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ വസ്തു തങ്ങളുടേതാണെന്ന അവകാശവാദം ഉയർത്തുകയുമാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെന്റിന് 3 ലക്ഷം രൂപ മതിപ്പ് വിലയുള്ള ഈ സ്ഥലമാണ് 12 ലക്ഷം രൂപയ്ക്ക് ബ്ലേഡ് മാഫിയ സംഘങ്ങൾ തട്ടിയെടുക്കാനായി ശ്രമിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വീട്ടുടമസ്ഥർ കടക്കാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മറിയ, ജീവൻ, പോലീസിനെ അറിയിച്ചോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? പോലീസിനെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിയ, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തന്നെ വീട്ടിൽ കയറി പലിശ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന്, വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും വീട്ടുടമ ലില്ലി സോളമൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സംഭവിച്ചാൽ ഞങ്ങൾ കുറച്ച് വിദേശത്ത് പോകാനായിട്ട് കുറച്ച് പൈസ ഒരാടെ നിന്ന് പലിശയ്ക്ക് വാങ്ങിച്ച്, പലിശയ്ക്ക് അത് 1.5 ലക്ഷം രൂപ അന്ന് 3 മാസത്തേക്ക് വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്ത് ബാക്കി 80,000 രൂപ കൊടുക്കാൻ 12 ലക്ഷം അങ്ങനെ രേഖ വീട് പടയപ്പെടുത്തിയാണ് കൊടുത്തത്. അങ്ങനെ 1 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ 80,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു പലിശ. അങ്ങനെ ഞങ്ങൾ പോകാനൊത്തില്ല. ഞങ്ങൾ പോകാൻ നിൽക്കാതെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ പിറകെ അവർ വന്ന് ബാക്കി 80,000 രൂപ കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞു ഇപ്പം ഇല്ല, കുറച്ച് ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഈ വഴക്കിൻ്റെ ആരംഭം. അങ്ങനെ ഇന്നലെ കരാറ് എല്ലാ മാസവും 35,000 രൂപ വെച്ച് പലിശ കൊടുക്കാവുന്നതാണ്. അങ്ങനെ 3 മാസത്തെ ഒന്നിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ പോകാൻ പറ്റിയില്ല. അങ്ങനെ പോകാൻ പറ്റിയെന്ന് ഞങ്ങൾ ഇനി തിരിച്ചു വന്ന് പിന്നെ ഒരു 80,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ 80,000 6 മാസത്തെ പലിശയാണ് കൊടുക്കാനുള്ളത്. അങ്ങനെ 1 ലക്ഷം രൂപ കൊടുത്ത് ബാക്കി 80,000 രൂപ ആയിരുന്നു. 35,000 രൂപ വെച്ചായിരുന്നു ഇത്. ഞാനും 35,000 രൂപ 2 മാസമേ ആയുള്ളൂ കൊടുത്ത്.
ഇനി 1 ലക്ഷം കൊടുത്ത് ഇനി 80,000 രൂപ കൊടുക്കണം, നേരത്തെ കൂട്ടി കൊടുക്കണമെന്ന്. അതിനാരും നിന്ന് ഇന്നലെ വന്ന് ഞാനും കൊച്ചു പോലും ഇല്ല. ഞങ്ങൾ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ തന്നെ വേണമെന്ന്. അവരൊക്കെ ഈ വീട് എടുക്കാനുള്ള ഇതായിരുന്നു, വീട് സ്വന്തമാക്കാൻ. ഞാനും എൻ്റെ കൊച്ചു 8. വർക്കല വെട്ടുകാട്ടിൽ ബ്ലേഡ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബ്ലേഡ് മാഫിയ സംഘം കുടുംബാംഗങ്ങളെ സ്വവസതിയിൽ നിന്നും ഇറക്കിവിട്ടു. 1 മാസത്തെ പലിശ തിരിച്ചടവ് മുടങ്ങിയതിനാണ് ബ്ലേഡ് മാഫിയയുടെ അക്രമം. ബ്ലേഡ് മാഫിയ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. അതാണിപ്പോൾ കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. ഉഡ്ത പഞ്ചാബ് വിഷയത്തിൽ സെൻസർ ബോർഡിന് തിരിച്ചടി. സെൻസർ ബോർഡ് ഇടപെടലിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ മുംബൈ ഹൈക്കോടതിയുടെ അനുകൂല വിധി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്രിക വെക്കാൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, കേൾക്കാമോ? സന്തോഷ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്രിക വെക്കാൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഇല്ല എന്നുള്ള പരാമർശത്തോടു കൂടിയാണ് ബോംബെ ഹൈക്കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ഉഡ്ത പഞ്ചാബ് എന്ന ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകണം, 48 മണിക്കൂറിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് മുംബൈ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് നിർദ്ദേശം നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ സെൻസർ ബോർഡ് നേരത്തെ പറഞ്ഞതുപോലെ 89 ഭാഗങ്ങൾ, 89 പരാമർശങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ള സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തില്ല. പകരം ഒരു പരാമർശം മാത്രം സിനിമയിൽ നിന്നും നീക്കം ചെയ്താൽ മതി എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അതോടൊപ്പം തന്നെ സിനിമയിൽ പരസ്യമായി ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് മൂത്രമൊഴിക്കുന്ന ഒരു രംഗവുമുണ്ട്. ഈ രംഗം മാറ്റണമെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി. ഏതായാലും ഈ വിധി പറഞ്ഞുകൊണ്ട് വളരെ സുപ്രധാനമായ പരാമർശങ്ങൾ കൂടി ഹൈക്കോടതി നടത്തുകയുണ്ടായി. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളതല്ല, സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ ചുമതല. ഭരണഘടനയും അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായ ഹൈക്കോടതി വിധിയും അനുസരിച്ചുകൊണ്ട് മാത്രമേ സെൻസർ ബോർഡിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഉഡ്ത പഞ്ചാബ് എന്ന് പറയുന്ന സിനിമ പഞ്ചാബിനെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സിനിമയുടെ പേരിൻ്റെ ഭാഗമായ പഞ്ചാബ് എന്ന ഭാഗവും സിനിമയിലെ MP, MLA തുടങ്ങിയ പരാമർശങ്ങളെല്ലാം തന്നെ മാറ്റണം എന്നുള്ള സെൻസർ ബോർഡിൻ്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രദർശനം തടയണം, ഇതിൻ്റെ റിലീസിംഗ് തടയണം, സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യവും സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 17-ാം തീയതി സിനിമ തിയേറ്ററുകളിലെത്തും. മറിയാം. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മൂന്നാറിലെ 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. റിസോർട്ടുകൾ ലൈസൻസ് പുതുക്കാത്തതിനാലാണ് പഞ്ചായത്തിന്റെ ഈ നീക്കം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേർന്നു. ലെസ്ലി, റിസോർട്ട് ഉടമകളുടെ എങ്ങനെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്? മറിയ, ഇന്ന് രാവിലെയാണ് മൂന്നാർ പഞ്ചായത്തിൽ വളരെ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. 5 റിസോർട്ടുകൾ കാലാവധി കഴിഞ്ഞ് ലൈസൻസ് പുതുക്കാത്ത 4 റിസോർട്ടുകളും നിലവിൽ സർക്കാർ വ്യവസ്ഥകൾ ലംഘിച്ച ഒരു റിസോർട്ടുമടക്കം 5 റിസോർട്ടുകൾ പൂട്ടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നോട്ടീസ് പഞ്ചായത്ത് അധികൃതർ ഹോട്ടലിന് അല്പസമയത്തിനുള്ളിൽ തന്നെ കൈമാറുകയും ചെയ്യും. ആ വാർത്തയിലേക്ക് തിരിച്ചു വരാം. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് തരികിട സാബു. തനിക്കെതിരെ രാമകൃഷ്ണൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മണിയുടെ മരണം വിറ്റ് കാശാക്കുകയാണ് രാമകൃഷ്ണനെന്നും തരികിട സാബു പറഞ്ഞു. തനിക്കെതിരെ ആരോപണമുന്നയിക്കുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് സാബു പറഞ്ഞു. രാമകൃഷ്ണനെയും തന്നെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഇരുവരും തമ്മിൽ പിന്നെന്താണ് വ്യത്യാസമെന്നും സാബു ചോദിക്കുന്നു. ഇരുവരുടെയും പേരിൽ ആളുകൾ സംശയം ഉന്നയിച്ചിട്ടുണ്ടെന്നും സാബു. രാമകൃഷ്ണൻ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? 2 പേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമകൃഷ്ണനും മണിച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നൊരു കക്ഷിയല്ല. എന്നാൽ തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തനിക്ക് സാബുവിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. തന്റെ ജ്യേഷ്ഠന്റെ സമ്പത്തിൽ മാത്രമായിരുന്നു സാബുവിന്റെ കണ്ണെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു.
ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്ക് സാബുവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സാബു ഒരിക്കൽ പോലും സാബുവിനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് സാബുവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സാബു വന്നിട്ടില്ല. സാബു എന്താ ഉദ്ദേശം? ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതായത് സാബുവിന് എന്റെ സഹോദരന്റെ സാമ്പത്തികവും അല്ലെങ്കിൽ എന്റെ സഹോദരനിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ വാങ്ങിച്ചെടുക്കുക. അത് വളരെ സത്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. വിവാദ ഭൂമികളിൽ കൃഷി ഇറക്കാൻ കൃഷി വകുപ്പിന്റെ പദ്ധതി. ആറന്മുള മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കൃഷി ഇറക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറിയിൽ നിന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ റിപ്പോർട്ട് തേടി. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന നയത്തിന്റെ ചുവടുപിടിച്ചാണ് മെത്രാൻകായലിലും ആറന്മുള വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെത്രാൻകായൽ അതുപോലെ തന്നെ ആറന്മുള നികത്തിയിട്ടുള്ള സ്ഥലത്തും അതുപോലെ അവിടെ കൃഷിഭൂമിയെ കിടക്കുന്ന സ്ഥലത്തും വീണ്ടും കൃഷി ആരംഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അഗ്രികൾച്ചർ സെക്രട്ടറി രാജു നാരായണസ്വാമിയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയെല്ലാം കൃഷി പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മെത്രാൻകായലിൽ കൃഷിയിറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 17-ന് പ്രദേശം കൃഷിമന്ത്രി സന്ദർശിക്കും. 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി സുനിൽകുമാറിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, തൃശൂർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പുതിയ നീക്കവുമായാണ് തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജയലളിത ആവശ്യപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ കർഷക സംഘടനകളുടെ ഫെഡറേഷനുകളും ഈ ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി വിഷയത്തിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അണ്ണാ DMK NDA ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് ജയലളിത മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാജ്യസഭയിലടക്കം നിർണായക വിഷയങ്ങളിൽ BJPക്ക് അണ്ണാ DMKയുടെ പിന്തുണ ആവശ്യമായതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് VM സുധീരൻ. മുൻ റിപ്പോർട്ടുകൾക്ക് വ്യത്യസ്തമായ മേഖലാ സമിതികളുടെ റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടാകുമെന്നും സുധീരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുന്ന 4 മേഖലാ സമിതികൾക്ക് KPCC 19 മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിർജീവരായ നേതാക്കൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ കണ്ടെത്തുക, ജംബോ കമ്മിറ്റികൾ ഗുണം ചെയ്തോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന വിവരം, സമിതി രൂപീകരിച്ച വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ പൊതുവിവരവും ഹൈക്കമാൻഡിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകാനാണ് 4 കമ്മിറ്റികൾക്കുമുള്ള KPCCയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രി സഹപാഠി താൽപര്യം സംരക്ഷിക്കാനാണ് അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റാക്കിയതെന്ന് കൌൺസിൽ അംഗം ഡോക്ടർ രാമഭദ്രൻ. അനധികൃത നിയമനങ്ങൾ നടത്താൻ ഉൾപ്പെടെ അഞ്ജുവിനെ മറയാക്കി. പത്മിനിയെ മാറ്റി അഞ്ജുവിനെ നിയമിച്ചത് സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും എതിർത്തിരുന്നെന്നും രാമഭദ്രൻ പറഞ്ഞു. കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്മിനി തോമസിനെ മാറ്റിയത് UDF സർക്കാരിന്റെ ചില താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണെന്ന് രാമഭദ്രൻ ആരോപിച്ചു. സെക്രട്ടറിയായിരുന്ന ബിനു ജോർജ് വർഗീസാണ് പത്മിനിയെ മാറ്റി അഞ്ജുവിനെ കൊണ്ടുവരാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞതെന്നും രാമഭദ്രൻ പറഞ്ഞു. ഇതിനെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ട ഉത്തരവാദി ഡോക്ടർ ബിനു ജോർജാണ്. അവിടെ സെക്രട്ടറി ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്ന് അദ്ദേഹം ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇരുന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി. ഈ ഇബ്രാഹിംകുട്ടി എന്ന് പറയുന്നത് തിരുവഞ്ചൂർ മന്ത്രിയുടെ ക്ലാസ്മേറ്റാണ്. അഞ്ജുവിന്റെ സഹോദരന്റെ ഉൾപ്പെടെ ചില നിയമനങ്ങളെ പത്മിനി തോമസ് പരിഗണിച്ചില്ല. അഞ്ജുവിന്റെ നിയമനത്തെ സ്പോർട്സ് കൌൺസിലിൽ അംഗങ്ങളായ 75% പേരും എതിർത്തു. അഞ്ജു ബോബി ജോർജിന്റെ നിലവാരമുള്ള നിരവധി പേർ കേരളത്തിലുണ്ടായിട്ടും പ്രത്യേക പരിഗണന നൽകി അവരെ കേരള സ്പോർട്സിന്റെ തലപ്പത്ത് കൊണ്ടുവന്നതിനെ അംഗങ്ങൾ എതിർത്തെങ്കിലും ഫലമുണ്ടായില്ലെന്നും രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ട്രോളിംഗ് നിരോധനം അട്ടിമറിച്ച് കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ വിദേശ കപ്പലുകൾ കേരള തീരത്തേക്ക് അടുക്കുന്നു. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. വിദേശ കപ്പലുകളുടെ മത്സ്യബന്ധനം നിരോധിക്കാൻ ശുപാർശ ചെയ്ത അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രം അട്ടിമറിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ട്രോളിംഗ് നിരോധനമുള്ള 1.5 മാസക്കാലം വിദേശ മത്സ്യബന്ധന കപ്പലുകൾക്ക് കൊയ്ത്തുകാലമാണ്. കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ ആഴക്കടലിൽ കേരള തീരത്ത് വിദേശ കപ്പലുകൾ നിരന്നുകഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിനും നേവിക്കുമാണ് ഇവയെ നിയന്ത്രിക്കാനുള്ള ചുമതലയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാറില്ല. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഡോക്ടർ അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തത് ഇതിനുദാഹരണമായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 1-ാം തീയതി സംസ്ഥാന സർക്കാരുകളുമായി റിപ്പോർട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ലോബിയും ഇന്ത്യയിലെ കുത്തകകളും ചേർന്ന് ഈ റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ്. വിദേശ കപ്പലുകൾക്ക് മത്സ്യബന്ധനത്തിന് നൽകിയ അനുമതി റദ്ദാക്കുക, മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സജ്ജമാക്കുക തുടങ്ങി ഒട്ടേറെ സുപ്രധാന നിർദ്ദേശങ്ങൾ കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നു. കപ്പൽ ലോബിയുടെ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റംസാന് ഗൾഫിൽ നിന്നും ലീവ് എടുത്തെത്തിയ വയനാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ റംസാൻ വിശേഷം അല്പം വ്യത്യസ്തമാണ്. രുചികരവും വ്യത്യസ്തവുമായ നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴവർ. റംസാൻ കാലമാണ്. നാടെങ്ങും വ്യത്യസ്തമാർന്ന നോമ്പുതുറ വിഭവങ്ങളുടെ രുചിക്കാലം. ഗൾഫിൽ നിന്ന് ലീവെടുത്ത് വീട്ടുകാർക്കൊപ്പം പുണ്യകാലത്ത് എതിരേൽക്കാനെത്തിയതാണ് മാനന്തവാടി എടവക 2-4 മുഹമ്മദും നൌഷാദും. 1 മാസത്തെ അവധിയുണ്ട്. ഗൾഫിൽ ഹോട്ടലിലാണ് ഇരുവരും. പിന്നെ താമസിച്ചില്ല. രുചി വിഭവങ്ങളുടെ കൂട്ടൊരുക്കി 1 മാസക്കാലം നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുവാൻ തീരുമാനിച്ചു. നോമ്പുതുറയ്ക്ക് എന്തെല്ലാം വേണം, എല്ലാം ഇവിടെയുണ്ട്. ചിക്കൻ റോള് ഉണ്ടാക്കി 5000-ഓളം സമൂസയും ചിക്കൻ റോളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. വിഭവങ്ങൾക്ക് നല്ല സ്വീകാര്യതയും ലഭിച്ചു. മുഹമ്മദിനും നൌഷാദിനുമൊപ്പം ഇപ്പോൾ കൂട്ടുകാരും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്.